Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah, alhamdulillah, assalatu wassalamu ala rasulillah wa ala alihi wa sahabati at-tayyibin at-tahirin al-faizin biridallah. Subhanaka la ilma lana illa ma 'allamtana innaka antal alimul hakim. In uridu illa al-islaha mastata'tu وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون. സ്നേഹമുള്ള 19ാമത് പ്രോഫ്കോണിലെ പ്രതിനിധികളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ യഥോചിതം പാലിച്ച് തഖ്വയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഈ ഭൗതിക ജീവിതത്തിൻ്റെ നിസ്സാരതയും നൈമിഷികതയും നാം മനസ്സിലാക്കി കഴിഞ്ഞു. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും അതിർവരമ്പുകൾക്കിടയിൽ അപ്രതീക്ഷിതമായി പൊട്ടിവിടർന്ന് അല്പകാലം വികസിച്ച് നിന്ന് പെട്ടെന്നൊരിക്കൽ അവസാനിക്കുന്ന ഒരു ഹ്രസ്വകാല പ്രതിഭാസമല്ല മനുഷ്യജീവിതം. ഈ ജീവിതത്തിൻ്റെ ഒടുക്കമായ മരണം യഥാർത്ഥവും ഉദാത്തവുമായ ജീവിതത്തിൻ്റെ തുടക്കമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ലോകത്ത് ജനിച്ചു വീണ നമ്മളെല്ലാം മരിക്കേണ്ടി വരുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ലോകത്തുള്ള ഏതു മനുഷ്യരും, ഏതു മതവിശ്വാസികളും, ഏത് രാഷ്ട്രീയ പ്രവർത്തകരും തർക്കമില്ലാതെ അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ് മരണമുണ്ട് എന്നത്. മരണത്തിനു മുന്നിൽ ആണും പെണ്ണും എന്നതൊരു പ്രശ്നമല്ല. പ്രായവും പക്വതയും അവിടെ ഒരു വിഷയമല്ല. ഏത് നാട്ടിലുള്ളവരെയും ആരെയും എപ്പോഴും എവിടെ വെച്ചും എങ്ങനെയും പിടികൂടുന്ന മരണത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾ ധാരാളമായി മനസ്സിൽ കൊണ്ടു നടക്കേണ്ടതുണ്ട് എന്ന് ലോകത്തിന്റെ ഗുരുനാഥൻ അഷ്റഫുൽ ബശർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി. അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, നിങ്ങളുടെ ആഗ്രഹങ്ങളെയും നിങ്ങളുടെ മോഹങ്ങളെയും താല്പര്യങ്ങളെയും അറുത്തു കളയുന്ന, മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് ധാരാളമായി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് എന്ന് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഈ ജീവിതത്തോട് വിട പറയുന്ന മരണം, ആ മരണത്തിന്റെ വേദനയും മരണത്തിന്റെ രുചിയും നമ്മൾ ഓരോരുത്തരും ആസ്വദിക്കേണ്ടി വരും. അതാണല്ലോ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഓരോ ആത്മാവും ഓരോ ദേഹവും മരണം പുൽകുക തന്നെ ചെയ്യും, മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. മരണത്തിന്റെ രുചി എന്തെന്ന്, മരണവേദന എന്തെന്ന് ലോകത്ത് ജനിച്ചു വീണ മുഴുവൻ മനുഷ്യരും അറിയുക തന്നെ ചെയ്യും എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മാത്രവുമല്ല, അള്ളാഹു നിശ്ചയിച്ച അവധി എന്നെത്തിയാൽ അതിന് പിന്നിൽ യാതൊരു നീട്ടിവെക്കലോ വെട്ടിച്ചുരുക്കലോ ഇല്ലാതെ അത് കൃത്യമായി നടക്കുകയാണ്. നാം ജനിച്ച വർഷവും നാം ജനിച്ച മാസവും നാം ജനിച്ച ദിവസവും നമുക്കറിയാമെങ്കിൽ അതുപോലൊരു വർഷത്തിലെ ഏതോ ഒരു മാസത്തിൽ, ഏതോ ഒരു ദിവസത്തിൽ, ഏതോ ഒരു മണിക്കൂറിന്റെ മിനിറ്റിന്റെ സെക്കൻഡിൽ ഞാൻ ഈ ലോകത്തോട് വിട പറയേണ്ടവനാണ് എന്ന് റബ്ബിന്റെ വിധിയുണ്ട്. അതൊരു പക്ഷേ 2015 എന്ന വർഷമായേക്കാം, അതൊരു പക്ഷേ ഫെബ്രുവരി എന്ന മാസമായേക്കാം, അതൊരു പക്ഷേ 14 എന്ന ദിവസമായേക്കാം. ഇന്നത്തെ ഏതോ ഒരു മണിക്കൂറിന്റെ മിനിറ്റിന്റെ സെക്കൻഡിൽ എന്റെ മരണം വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഭാര്യ വിധവയാകുമെന്നതോ
എന്റെ മക്കൾ അനാഥരാകുമെന്നതോ എന്റെ സുഹൃത്തുക്കൾക്കും മാതാപിതാക്കൾക്കും അത് താങ്ങാനാവില്ല എന്നതോ മരണത്തിനു മുന്നിൽ ഒരു തടസ്സമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ ഈ കാര്യം ഖുർആനിലെ 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിലെ 61-ാമത്തെ വചനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. വഇദാ ജാഅ അജലുഹും, അങ്ങനെ അവരുടെ അവധി വന്നെത്തിക്കഴിഞ്ഞാൽ, അവരുടെ മരണസമയം സമാഗതമായാൽ, ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരു നാഴിക പോലും മുന്തിക്കാതെ, ഒരു നാഴിക പോലും നീട്ടിവെക്കാതെ, ഒരല്പസമയത്തേക്ക് പോലും ആയുസ് നൽകപ്പെടാതെ ഈ ലോകത്തോട് വിട പറയേണ്ടവരാണ് മനുഷ്യരെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. വീണ്ടും അല്ലാഹു പറയുന്നു, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഖുർആനിലെ സൂറത്തുൽ മുനാഫിഖൂനിലെ 9-ാമത്തെ വചനമാണ്. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ഒരാൾക്കും അവരുടെ ആയുസ് വന്നു കഴിഞ്ഞാൽ, അവധി എത്തിച്ചേർന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ നീട്ടിക്കൊടുക്കുകയില്ല എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ആ മരണം എപ്പോഴാണ് സംഭവിക്കുക? എവിടെ വെച്ചാണ് സംഭവിക്കുക? എങ്ങനെയാണ് സംഭവിക്കുക? പറയുക സാധ്യമല്ല. അതും ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ? വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. നാളെ എന്ത് സമ്പാദിക്കുമെന്ന് ഒരാൾക്കും പറയുക സാധ്യമല്ല. ഇന്നലെ വരെ സമ്പാദിച്ചത്, 5 വർഷങ്ങൾക്ക് മുമ്പ് സമ്പാദിച്ചത്, സംഭവിച്ചത് എന്താണെന്ന് വേണമെങ്കിൽ നമുക്ക് ഓർത്തെടുക്കാം. എഴുതി വെച്ച ഡയറി നോക്കി പറയാം. പക്ഷേ വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ, നാളെ എന്ത് സംഭവിക്കുമെന്ന്, നാളെ എന്ത് സമ്പാദിക്കുമെന്ന് മനുഷ്യരെ നിങ്ങൾക്ക് പറയുക സാധ്യമല്ല. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്, നാളെ എവിടെ വെച്ചാണ് നിങ്ങളുടെ മരണമെന്ന്, ഏതൊരു ഭൂമിയിൽ വെച്ചാണ് നിങ്ങളുടെ വേർപാടെന്ന് പറയാൻ കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ 31-ാം അധ്യായം അവസാനത്തെ വചനം 34-ാമത്തെ വചനം സൂറത്തുൽ ലുഖ്മാനിന്റെ അവസാനം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പക്ഷേ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും, എപ്പോൾ മരിക്കേണ്ടി വന്നാലും, എങ്ങനെ മരിക്കേണ്ടി വന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സമയത്ത് സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേരുമെന്നാണ് ഖുർആനും പ്രവാചക വചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രവാചകൻ പറയുന്നു, ഇന്നല്ലാഹ തബാറക വ തആല ഇദാ അറാദ ഖബ്ല റൂഹി അബ്ദിൻ ബിഅർള് ജഅല ലഹു ഫീഹാ ഹാജ. അല്ലാഹു ഒരു അടിമയുടെ ആത്മാവിനെ ഇന്ന സ്ഥലത്ത് വെച്ച് പിടിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ജഅല ലഹു ഫീഹാ ഹാജ, അവിടേക്ക് അല്ലാഹു അവന് ഒരു ആവശ്യമുണ്ടാക്കി കൊടുക്കും. തെങ്ങിൽ നിന്ന് വീണ് മരിക്കണമെന്ന് തീരുമാനിക്കപ്പെട്ട ഒരാളുണ്ടെങ്കിൽ, തെങ്ങിൽ കയറാൻ അറിയാത്തവനാണെങ്കിലും അന്നവൻ തെങ്ങിൽ കയറുകയാണ്, അവൻ അവിടെ നിന്ന് വീഴുകയാണ്. റബ്ബിന്റെ അലംഘനീയമായ വിധിക്ക് അവൻ വിധേയരാവുകയാണ്. പണമുള്ളവരും പാവപ്പെട്ടവരും വിദ്യാർത്ഥികളും അധ്യാപകരും ചെറിയ കുട്ടികളും മുതിർന്നവരും എല്ലാവരും വ്യത്യസ്ത പ്രായത്തിൽ വ്യത്യസ്ത രൂപത്തിൽ അപകട മരണങ്ങളിലൂടെ, ഗുരുതരമായ രോഗങ്ങളിലൂടെ, മാറാ രോഗങ്ങളിലൂടെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഈ മണ്ണിന്റെ ഭാഗമായി തീരുന്നത് എത്രയെത്ര സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ മരണം റബ്ബിന് സമർപ്പിച്ചൊരു മരണമാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ മരണം 2 രൂപത്തിലാണ് സംഭവിക്കുന്നത്. നല്ല ആത്മാവിന്റെ വേർപാടും ചീത്താത്മാവിന്റെ വേർപാടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ വേർപാടിന്റെ രൂപവും രീതിയും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ഭൗതിക ലോകത്ത് വെച്ച് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ അല്ലാഹു നമുക്ക് തന്നിരിക്കുകയാണ്. അതാണ് ഇസ്ലാം പറഞ്ഞത്, മൻ ആശ അലാ ഷൈഇൻ മാത അലൈഹി വമൻ മാത അലാ ഷൈഇൻ ബുഇസ അലൈഹി. ഒരാളുടെ ജീവിതം എങ്ങനെയാണോ അങ്ങനെയായിരിക്കും അയാളുടെ മരണം. വൃത്തികേടുകൾ കണ്ട്, കളവുകൾ പറഞ്ഞ്, മാതാപിതാക്കളെ ദ്രോഹിച്ച്, അധ്യാപകരുടെ അനുസരണക്കേട് കാണിച്ച്, തിന്മകളുടെ പിന്നാലെ പോയവരെ നിങ്ങൾക്കൊരു വൃത്തികെട്ട മരണമുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ദുരന്തപൂർണമായ വേദന നിറഞ്ഞൊരു മരണം, സഹിക്കാനാകാത്ത പ്രയാസകരമായൊരു രംഗം നിങ്ങൾക്ക് അഭിമുഖീകരിക്കാനുണ്ട്. വമൻ ആശ അലാ ഷൈഇൻ മാത അലൈഹി. ഒരാളുടെ ജീവിതം സത്യസന്ധമാണെങ്കിൽ, നമസ്കാരം നിലനിർത്തുന്നവനാണെങ്കിൽ, മാതാപിതാക്കളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തവനാണെങ്കിൽ, കളവുകളില്ലാതെ, തിന്മകളില്ലാതെ, വൃത്തികേടുകളില്ലാതെ
ജീവിതം നയിക്കാൻ തയ്യാറായവനാണെങ്കിൽ അതിനനുസരിച്ചു കൊണ്ടുള്ള ഒരു മരണമായിരിക്കും അവൻ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ടാവുക എന്നതാണ്. സഹോദരങ്ങളെ, മരണവേദനയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ? നന്മകൾ നിറഞ്ഞ ജീവിതം നയിച്ച ഒരു വ്യക്തിയുടെ മരണത്തിന്റെ സമയമാകുമ്പോൾ ആകാശലോകത്ത് നിന്ന് മലക്കുൽ മൗത്ത് ഇറങ്ങി വരികയാണ്. മലക്കുൽ മൗത്തിന്റെ കൂടെ മറ്റു മലക്കുകളും സന്നിഹിതരാവുകയാണ്. മരണപ്പെടാൻ പോകുന്ന വ്യക്തിയുടെ തലയോട് ചേർന്ന് മലക്കുൽ മൗത്ത് ഇരിക്കുകയാണ്. ചുറ്റും മലക്കുകൾ ഇരിക്കുകയാണ്. ബീലുൽ വുജൂഹ്, കണ്ടാൽ തന്നെ സന്തോഷം തോന്നുന്ന, സമാധാനിപ്പിക്കാൻ കഴിയുന്ന മലക്കുകളാണ് അവിടെ സന്നിഹിതരായിട്ടുള്ളത്. അവന്റെ മരണത്തിന്റെ കൃത്യമായ സമയമാകുമ്പോൾ അതേ ആത്മാവിനെ വലിച്ചൂരുകയാണ്. ഒരു കൂജയിൽ നിന്ന് മറ്റൊരു കൂജയിലേക്ക് വെള്ളമൊഴിക്കുന്നത് പോലെ അവന്റെ ആത്മാവിനെ പിടിക്കുമ്പോൾ പോലും ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത വേദനയാണ് നല്ലവരുടെ മരണവേദന പോലും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു അതേ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് റളിയല്ലാഹു അൻഹും വറളു അൻഹു അല്ലാഹുവിന്റെ തൃപ്തി നേടി ലോകത്തോട് വിട പറഞ്ഞവരെന്ന് സ്വഹാബത്തിനെ കുറിച്ച് ഇസ്ലാം പഠിപ്പിച്ചുവെങ്കിൽ ആ സ്വഹാബി വര്യന്മാരിൽ ഒരാൾ മരണപ്പെടാൻ കിടക്കുന്നു. മകൻ അടുത്തുണ്ട്. ഉപ്പാ, എന്താണ് അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ ഉപ്പയോട് പറയുന്നു, മോനെ, അത് അവർണ്ണനീയമാണ്, അതനിർവചനീയമാണ്, എനിക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ല. എന്റെ ശരീരം മുഴുവൻ ഒരു മുള്ളു കൊളുത്തുകൊണ്ട് വലിക്കുന്നത് പോലെ തോന്നുന്നു മോനെ. സൂചിദ്വാരത്തിലൂടെ മാത്രം എനിക്കൊരു ശ്വാസം ലഭിക്കുന്നത് പോലെ അനുഭവപ്പെടുന്നു മോനെ എന്ന് പറഞ്ഞാണ് ഒരു സ്വഹാബി പോലും ലോകത്തോട് വിട പറഞ്ഞതെങ്കിൽ അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടാൻ അടുത്ത സമയം അവിടുന്ന് തൊട്ടടുത്ത കൂജയിലെ വെള്ളത്തിൽ കൈമുക്കിക്കൊണ്ട് തലയിൽ തടവിക്കൊണ്ട് അല്പമൊരു തണുപ്പ്, അല്പമൊരു ആശ്വാസം ലഭിക്കട്ടെ എന്ന നിലക്ക് നെറ്റിയിൽ തടവുമ്പോഴും അതേ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നുകൊണ്ട് അവിടുന്ന് പറഞ്ഞത് എന്താണെന്നോ? യാ ആയിഷ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇന്ന ലിൽ മൗതി സക്കറാത്ത്. ആയിഷ, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല ആയിഷ, മരണത്തിന് വേദനയുണ്ട്, മരണത്തിന് വേദനയുണ്ട് ആയിഷ എന്ന് പറഞ്ഞാണ് ലോകത്തിന്റെ ഗുരു അഷ്റഫുൽ ബശർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. അതേ നല്ല ആത്മാവിന്റെ വേർപാടിന്റെ സമയം മലക്കുകൾ വന്നുകൊണ്ട് പറയുമെന്നാണ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. സഹോദരങ്ങളെ, എന്റെ ശബ്ദം കേൾക്കുന്ന സുഹൃത്തുക്കളെ, ഇന്ന് ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നാൽ, മരണപ്പെടേണ്ടി വന്നാൽ കേൾക്കുമോ ഈ സന്തോഷ വാർത്ത? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ശാന്തമടഞ്ഞ ആത്മാവിന്റെ ഉടമേ, ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ, നിന്റെ രക്ഷിതാവ് ഒരുക്കി വെച്ചിട്ടുള്ള സംതൃപ്തകരമായ സമാധാനത്തിന്റെ ഭവനത്തിലേക്ക്, സ്വർഗലോകത്തേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞ് സന്തോഷം ഏറ്റുവാങ്ങി മരിക്കാൻ നമുക്ക് കഴിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ആ കാര്യം പഠിപ്പിച്ചു തന്നു. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ എന്ന് പറയുന്ന ഒരു സന്തോഷ വാർത്ത. അതേ മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് അവനെ സമാധാനിപ്പിക്കുകയാണ്. അല്ലാ തഖാഫു വലാ തഹ്സനു, ഭയപ്പെടേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല, നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്ത നമുക്ക് കിട്ടുമോ? നാം തിന്മകൾ ചെയ്തവരാണെങ്കിൽ, നാം തിന്മകൾ കണ്ടവരാണെങ്കിൽ, നാം തിന്മകൾ പറഞ്ഞവരാണെങ്കിൽ അതേ തിന്മ ചെയ്ത ആത്മാവിന്റെ വേർപാട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ആകാശലോകത്ത് നിന്ന് വരുന്ന മലക്കുൽ മൗത്തിന്റെ കൂടെയുള്ള മലക്കുകൾ സൂദുൽ വുജൂഹ്, കണ്ടാൽ തന്നെ പേടി തോന്നുന്ന ഇരുണ്ട മുഖമുള്ള, ആകെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ അടിക്കാനും ഇടിക്കാനുമുള്ള ഇരുമ്പിന്റെ ദണ്ഡുകളും ആയുധങ്ങളും കയ്യിലെടുത്തുകൊണ്ടാണ് ആ മലക്കുകളുടെ വരവ്. അതേ അവന്റെ തൊട്ടടുത്ത് മലക്കുൽ മൗത്ത് ഇരിക്കുന്നു, അവന്റെ തലയോട് ചേർന്നിരിക്കുന്നു, ചുറ്റും മലക്കുകൾ ഇരിക്കുന്നു. കൃത്യമായ സെക്കൻഡ് പോലും പിഴക്കാതെ അവന്റെ ആത്മാവിനെ പിടിക്കുന്നു. ആത്മാവ് ശരീരത്തിന്റെ അകത്തേക്ക് വലിഞ്ഞു കയറുന്നു. അതേ ആത്മാവിനെ വിട്ടുകൊടുക്കാൻ ശ്രമിക്കുന്നില്ലെന്ന് കാണുമ്പോൾ മുതുകുകളിലും മുഖങ്ങളിലും ആ മലക്കുകൾ അടിക്കുകയാണ്, ആ മലക്കുകൾ ഇടിക്കുകയാണ്.
അതേ അവന്റെ എല്ലുകൾ മുഴുവൻ പൊടിഞ്ഞു പോകുന്നത് പോലെ ഒരു പഞ്ഞിയിൽ നിന്ന്, നനഞ്ഞ പഞ്ഞിയിൽ നിന്ന് മുള്ളു വലിച്ചെടുക്കുമാറ്, ശരീരം കോർത്തുപോകുമാറ് അവന്റെ ആത്മാവിനെ വലിച്ചൂരും. ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത മരണവേദന അനുഭവിക്കുമ്പോൾ അവൻ പറഞ്ഞു പോകും, ഖാല റബ്ബിർജിഊൻ ഇന്നി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു. റബ്ബേ ഒന്നും അടക്കിക്കൊണ്ട ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഏതേത് നന്മകളും ചെയ്യാൻ ഞാൻ തയ്യാറാണ്, ഞാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞു നോക്കും, വിലപിച്ചു നോക്കും. പക്ഷേ കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് കേവലം ഒരു വാചകമടിക്കൽ മാത്രമാണ്, അത് വെറും പറച്ചിൽ മാത്രമാണ്, അവൻ പറഞ്ഞുകൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ആത്മാവിനെ വലിച്ചൂരുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ മരണത്തോടുകൂടി ജീവിതം അവസാനിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അതോടുകൂടി നമുക്ക് സമാധാനിക്കാമായിരുന്നു. ഈ വേദനയോടുകൂടി എല്ലാം തീർന്നു എന്ന് നമുക്ക് വിചാരിക്കാമായിരുന്നു. പക്ഷേ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു, സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ, അതേ നിങ്ങളുടെ ഈ ജീവിതത്തിന് ശേഷം നിങ്ങൾ എല്ലാവരും മരിച്ചു പോകുന്നതാണ്. സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബ്അസൂൻ, പിന്നീട് അന്ത്യനാളിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞ അന്ത്യനാളിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള ബർസഖി ജീവിതമുണ്ടല്ലോ, വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, ഉയർത്തെഴുന്നേൽപ്പ് നാളുവരെ പിന്നീട് ഒരു മറയുടെ ലോകത്താണ്, ഒരു ബർസഖി ജീവിതത്തിലാണ്, ഖബർ ജീവിതത്തിലാണ് അവരുള്ളത് എന്ന് അല്ലാഹു പറഞ്ഞ ഖബറിൽ നാം ഇവിടെ ചെയ്ത നന്മകൾക്കനുസരിച്ചുകൊണ്ടുള്ള രക്ഷകളും നാം ഇവിടെ ചെയ്ത തിന്മകൾക്കനുസരിച്ചുകൊണ്ടുള്ള ശിക്ഷകളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ പൊട്ടിക്കരയുകയാണ്. കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അൽ ഖബറു അവ്വലു മനാസിലിൽ ആഖിറ, പരലോകത്തേക്ക് കടന്നു ചെല്ലാനുള്ള കവാടങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് ഖബറാണ്. അവിടെ രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു, അവിടെ പ്രയാസപ്പെട്ടാൽ ജീവിതം മുഴുവൻ പിന്നീട് പ്രയാസമാണ് എന്നതോർത്താണ് ഞാൻ കരയുന്നത് എന്നാണ്. ഖബറിൽ പുഴുക്കൾക്ക് കൂട്ടായി ഈ ശരീരം മണ്ണിൽ ചേർന്നു പോകുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച രൂപത്തിലുള്ള കഠിനകഠോരമായ ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നവരിൽ പ്രിയമുള്ളവരെ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ശിക്ഷയുടെ കാരണങ്ങൾ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിച്ചിട്ടും ജീവിതത്തിൽ ഇല്ലാത്തവർ, ഫർള് നമസ്കാര സമയം, ജമാഅത്ത് നമസ്കാര സമയം കിടന്നുറങ്ങുന്നവർ, ഇങ്ങനെ തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ചാൽ ഖബറിലും അവന് രക്ഷയില്ല എന്നാണ്. ഖബറും കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ സൂര്യൻ 1 മൈൽ മുകളിൽ വന്നു നിൽക്കുന്ന ദിനത്തിൽ അവൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവന്റെ നന്മകളും തിന്മകളും രേഖപ്പെടുത്തപ്പെട്ട രേഖ അവന്റെ കയ്യിൽ കൊടുക്കുന്നു. ഇഖ്റഅ കിതാബക് കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബ, എടോ നിന്റെ ഗ്രന്ഥം ഇതാ ഒന്ന് വായിച്ചു നോക്ക്, നിന്റെ രേഖയാണ് ഇത് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നാം ചെയ്തു മറന്നുപോയത് പോലും അവിടെ തെളിയുകയാണ്, എല്ലാം കാണുകയാണ്. എല്ലാ തിന്മകളും നന്മകളും അവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഹോട്ടലിൽ വെച്ച് ചെയ്തത്, ഹോസ്റ്റലിൽ വെച്ച് ചെയ്തത്, ബാത്റൂമിൽ വെച്ച് ചെയ്തത്, ബെഡ്റൂമിൽ വെച്ച് ചെയ്തത്, ഒരാളും അറിയില്ലെന്ന് വിചാരിച്ച് കൂട്ടുകാരന്റെ കൂടെ പോയപ്പോ ചെയ്തത്, റബ്ബേ എല്ലാം ഇതിലുണ്ടല്ലോ. അവൻ പറഞ്ഞു പോകും, മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ ഹിസ്വഹാ, ഇതെന്തൊരു ഗ്രന്ഥമാണ്, ഞാൻ ചെയ്ത ചെറുതും വലുതും ഇതിലൊന്നും രേഖപ്പെടുത്തപ്പെടാതെ പോയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഒരു ദിവസം. തിന്മ ചെയ്ത തിന്മ കൂടുതലുള്ളവർക്ക് ഇടതുഭാഗത്ത് പിറകിലൂടെയും നന്മ ചെയ്തവർക്ക് വലതുഭാഗത്തു കൂടിയുമാണ് ആ ഗ്രന്ഥം ലഭിക്കുക എന്ന് ഖുർആൻ പല സന്ദർഭങ്ങളിൽ ആവർത്തിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതും കഴിഞ്ഞതാ അവന്റെ തിന്മകൾക്കനുസരിച്ച് നെരിയാണി വരെ, കാൽമുട്ട് വരെ, അരയിടം വരെ, മാറിടം വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ആ അന്ത്യനാളിൽ അതും കഴിഞ്ഞ് വിചാരണയെ നേരിടുകയാണ്. അവന്റെ വിചാരണയും കഴിഞ്ഞ് മീസാനിന്റെ അടുക്കലെത്തുകയാണ്. അതേ നരകത്തിനടുത്ത് സ്ഥാപിച്ച മീസാനിനെ കുറിച്ച് ഖുർആൻ 19-ാം അധ്യായം സൂറത്തു മറിയം 71-72 വചനങ്ങളിൽ നമുക്ക് പഠിപ്പിച്ചു തന്നു. വഇം മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ളിയ, നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല ആ നരകത്തിന്റെ അടുത്ത് വരാത്തവരായി, ആ മീസാനിൽ, ആ തുലാസിൽ വരാത്തവരായും
ആ ഒരു സിറാത്ത് എന്ന പാലത്തിൽ വരാത്തവരായി നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല. കാന അലാ റബ്ബിക ഹത്മൻ മഖ്ളിയ, അത് അല്ലാഹുവിന്റെ ഗണ്യതമായ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ്. പക്ഷേ പിന്നീട് പറയുന്ന ആയത്താണ് ഇന്ന് നമ്മൾ ഏറ്റവും കാതലായി മർമ്മമായി മനസ്സിലാക്കേണ്ടത്. സുമ്മ നുനജ്ജിൽ ലദീന തഖൗ വനദറുൽ ളാലിമീന ഫീഹാ ജിസിയ്യ. ഖുർആനിന്റെ 19-ാം അധ്യായം 72-ാമത്തെ വചനം. പിന്നീട് ആ നരകത്തിന് മുകളിൽ സ്ഥാപിച്ച സിറാത്തിലൂടെ കടന്നു പോകുമ്പോൾ സുമ്മ നുനജ്ജിൽ ലദീന തഖൗ, തഖ്വ കാണിച്ച് സൂക്ഷ്മത പാലിച്ച് ജീവിതം ക്രമീകരിച്ച് ഇസ്ലാമിക നിയമങ്ങൾ അംഗീകരിച്ച് ജീവിച്ചവരാരോ അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. വനദറുൽ ളാലിമീന ഫീഹാ ജിസിയ്യ. എന്നാൽ തിന്മകൾ ചെയ്തവർ, അക്രമങ്ങളിൽ മുഴുകിയവർ, തെറ്റുകുറ്റങ്ങളിൽ മുഴുകിയവർ, അവർ മുട്ടുകുത്തുന്നവരായി ആ സിറാത്തിൽ നിന്ന് നരകത്തിലേക്ക് വീഴ്ത്തപ്പെടും എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ നരകത്തിൽ വീഴ്ത്തപ്പെട്ടാൽ അവിടെ കിട്ടുന്ന ചെറിയ ശിക്ഷയുടെ കാഠിന്യം പോലും താങ്ങാനാവാത്തതാണ് എന്ന്. അതേ തീയിന്റെ വള്ളികളുള്ള ചെരുപ്പുകൾ അവനെ ധരിപ്പിക്കുകയാണ്. അത് ധരിക്കുമ്പോൾ അവന്റെ തലച്ചോറ് പൊട്ടിത്തെറിക്കുന്നു, തിളച്ചുമറിയുന്നു, കണ്ണുകൾ അടർന്നു വീഴുന്നു, മുഖം ചുക്കിച്ചുളിയുന്നു, തൊലി കത്തിക്കരിയുന്നു, വീണ്ടും തൊലി നൽകപ്പെടുന്നു. അവൻ വിചാരിച്ചു പോകും, റബ്ബേ, ഞാനാണല്ലോ ഈ നരകത്തിലെ ഏറ്റവും കഠിനമായ ശിക്ഷ അനുഭവിക്കുന്നത് എന്ന്. പക്ഷേ പ്രവാചകൻ പറയുകയാണ്, ആ ലളിതമായ ശിക്ഷയുടെ കാഠിന്യം പോലും അത്രത്തോളം ഉള്ളത് കൊണ്ട് അവൻ അങ്ങനെ ചിന്തിച്ചു പോകുന്നു എന്നേ ഉള്ളൂ. അതാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്നാണ്. ഈ ചിന്തയാണ് 19-ാമത് പ്രോഫ്കോൺ നമുക്ക് നൽകുന്നത്. ഏത് പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അതേ ഈ ഒരു നന്മയുടെ കൂട്ടായ്മയിലേക്ക്, ഈ നന്മയുടെ സംരംഭത്തിലേക്ക്, നമുക്ക് ലഭിച്ച ഈ അവസരത്തിലേക്ക് കടന്നു വരാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടത് ആ ആളിക്കത്തുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടലായിരിക്കണം. തിന്മകൾ ജീവിതത്തിൽ ചെയ്യാൻ അവസരം ലഭിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം ഖുർആനിന്റെ വചനം, ഫഅൻദർതുക്കും നാരൻ തലല്ലാ. ആളിക്കത്തുന്ന ഒരു നരകത്തെക്കുറിച്ച്, ഹൃദയങ്ങളിലേക്ക് ആളിപ്പടരുന്ന ഒരു നരകത്തെക്കുറിച്ച് നാം നിങ്ങൾക്ക് താക്കീത് നൽകുന്നുണ്ട്. വഹും ഫീഹാ കാരിഹൂൻ. അതെ, അവരതിൽ പല്ലിളിച്ചവരായി കരിഞ്ഞു തീർന്നവരായി ആ നരകത്തിൽ മുഖം കരിഞ്ഞു പോകുമെന്ന്. അവിടെ കിട്ടുന്ന ഭക്ഷണം, അവിടെ കിട്ടുന്ന പാനീയം എല്ലാം സഹിക്കാനാകാത്തതാണ്. ഭീകര രൂപികളായി മാറുകയാണ്. എന്നിട്ട് അവനെ ആ നരകത്തിൽ പരമാവധി ശിക്ഷകൾ ആസ്വദിപ്പിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, എന്റെ അനുജന്മാരെ, അനുജത്തിമാരെ, പ്രിയമുള്ളവരെ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അതിനെന്തുണ്ട് മാർഗം? മരണം പ്രയാസകരമാകാതിരിക്കാൻ, നല്ല മരണത്തിന് വിധേയനാകാൻ എന്തുണ്ട് മാർഗം? അതിനൊരേ ഒറ്റ പരിഹാരമാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹുവിലുള്ള അടിയുറച്ച വിശ്വാസവും അതിനനുസരിച്ചു കൊണ്ടുള്ള സൽക്കർമ്മങ്ങളും. നാം നമ്മുടെ ജീവിതം ഒന്ന് വിലയിരുത്താൻ തയ്യാറാവുക. ഇന്നലെ വരെയുള്ള എന്റെ ജീവിതം, ഞാൻ ചെയ്തു തീർത്ത എന്റെ സമയങ്ങൾ, അവയിൽ എനിക്ക് സ്വർഗം വാങ്ങാൻ കഴിയുന്ന, എന്റെ മരണം നല്ല മരണമാക്കാൻ സാധിക്കുന്ന, ഖബറിൽ എനിക്ക് സന്തോഷം സ്വീകരിക്കാൻ കഴിയുന്ന നന്മകളാണോ എന്റെ ജീവിതത്തിൽ ഉണ്ടായത്? അതല്ല തിന്മകൾ സംഭവിച്ചു പോയോ എന്ന് ഒരു ആത്മവിചാരണക്ക് ഈ സന്ദർഭത്തിൽ നാം തയ്യാറാകേണ്ടതുണ്ട്. തിന്മകൾ സംഭവിച്ചു പോയി എന്ന തിരിച്ചറിവാണോ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്? ഇതാ, അതിൽ നിന്ന് മോചിതരാകാൻ, ആത്മാർത്ഥമായി തൗബ ചെയ്യാൻ, അതുവഴി ജീവിതം ക്രമീകരിക്കാൻ, ചിട്ടയുള്ള ഒരു ജീവിതം നയിക്കാൻ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന പ്രവാചകൻ പഠിപ്പിച്ച സലഫുകൾ, സച്ചരിതരായ പൂർവസൂരികളായ മുൻഗാമികൾ നയിച്ച ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് ചൂണ്ടുപലകയായി, നിങ്ങൾക്ക് വഴികാട്ടിയായി, നിങ്ങൾക്ക് ദിശ നിർണയിക്കാൻ ഈ 19-ാമത് പ്രോഫ്കോണിന് കഴിയും സഹോദരങ്ങളെ, തീർച്ചയായും കഴിയും. അതിനനുസരിച്ചാണ് ഈ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതാ, ഈ ഇരിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ, എന്റെ ശബ്ദം കേൾക്കുന്ന വിദ്യാർത്ഥിനികളെ, നിങ്ങൾ ഇപ്പോൾ കാണിച്ച ഈ ശ്രദ്ധയും ഈ അച്ചടക്കവും ഈ സൂക്ഷ്മതയും ഉണ്ടല്ലോ, ഈ പ്രോഫ്കോൺ ഇവിടെ നാളെ അവസാനിക്കുമ്പോൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നതുവരെ നിങ്ങളുടെ നിങ്ങൾ ഈ സദസ്സിൽ അതിന്റെ മര്യാദകൾ പാലിച്ച് പൂർണ്ണമായും മനസ്സും ശരീരവും ഇവിടെ നൽകിക്കൊണ്ട് ഇവിടെ പറയുന്ന വിഷയങ്ങളിൽ സംവദിച്ചും കാര്യങ്ങൾ പറഞ്ഞും അഭിപ്രായങ്ങൾ എഴുതിയും ചോദ്യങ്ങൾ ചോദിച്ചും ഇതിനോട് പൂർണ്ണമായും സഹകരിച്ച് പരമാവധി മുതലാക്കാൻ ഈ പ്രോഫ്കോൺ ജീവിതത്തിൽ ഒരു വഴികാട്ടിയായി മാറാൻ, ഈ പ്രോഫ്കോൺ ജീവിതത്തിലെ ചില തിരിച്ചറിവുകൾ നൽകാൻ നമുക്ക് കാരണമാകണമെന്നാണ്
ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. സഹോദരങ്ങളെ, അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ച സ്വർഗം അത് സന്തോഷകരമായ സംതൃപ്തകരമായ ജീവിതമാണ്. വിശുദ്ധ ഖുർആൻ 2 സ്ഥലങ്ങളിലാണ് ഈശത്തുൻ റാളിയ, സംതൃപ്തകരമായ ജീവിതം എന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ 2 ഭാഗവും അത് സ്വർഗലോകത്തെ കുറിച്ച് ആണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ അല്പം പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വന്നാൽ, പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നാൽ, അതെല്ലാം നാളെ പരലോകത്തെ വിജയത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറാൻ നാം തയ്യാറാവുക. അതെല്ലാം തിരിച്ചറിവുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ, ചൂണ്ടുപലകകളിൽ വഴി കാണിച്ചിട്ടും വഴിതെറ്റിപ്പോകാനാണ് നാം തുനിയുന്നതെങ്കിൽ, നാം മുതിരുന്നതെങ്കിൽ, കഠോരമായ ആളിക്കത്തുന്നൊരു നരകം നമുക്കവിടെ വരാനുണ്ട്. തുയ്നത്തുൽ ഖബാൽ എന്ന പാനീയമുള്ള, സഖൂം എന്ന ഭക്ഷണമുള്ള, അതെ, അവിടെ നമുക്ക് കിട്ടാൻ പോകുന്ന ഭക്ഷണത്തെക്കുറിച്ചും പാനീയത്തെക്കുറിച്ചുമൊക്കെ ഖുർആൻ പരാമർശിച്ചത് അങ്ങനെയാണ്. നരകാവകാശികളുടെ തന്നെ രക്തവും ചെലവും കൂട്ടിച്ചേർത്ത്, അവരുടെ ഗുഹ്യഭാഗങ്ങളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന നീരും ചേർത്ത് അവന് കുടിക്കാൻ നൽകുമെന്നാണ്. അവൻ വിസമ്മതിക്കും, നിർബന്ധപൂർവം അവനെ കുടിപ്പിക്കും. തൊണ്ടയിൽ കുടുങ്ങുന്ന മുള്ളുകളുള്ള, അവന്റെ മുഖം കരിഞ്ഞു പോകുന്ന, ചുണ്ടുകൾ വിണ്ടുകീറുന്ന വെള്ളവും ഭക്ഷണവുമാണ് ആ നരകത്തിൽ അവന് ഭക്ഷിക്കാൻ നൽകപ്പെടുന്നത്. ആ നരകമോചനം, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ